ഹേ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ഓണം വ്ളോഗാണ്. ഈ ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരത്തെ മെയിൻ പരിപാടികളിലൊന്ന് പിറ്റേ ദിവസത്തേക്കുള്ള പൂവ് സെറ്റാക്കുക. അത്യാവശ്യം നല്ലൊരു പൂക്കളിടാനൊരു പ്ലാനിങ് ഉള്ളത് കൊണ്ട് പൂക്കളൊക്കെ വൈകുന്നേരം തന്നെ ഞങ്ങൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇപ്രാവശ്യം നമ്മുടെ മാവേലി എൻട്രി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പൂക്കളത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സദ്യയാണ്. സോ അതിക്ക് വേണ്ട കാര്യങ്ങളും കൂടി സെറ്റാക്കി വെച്ചിട്ടാട്ടോ ഞങ്ങൾ ഉറങ്ങിയത്. സാമ്പാർ റെഡിയാ? അങ്ങനെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ആദ്യം സെറ്റാക്കിയത് സദ്യയാണ്. പൈനാപ്പിൾ പച്ചടി അല്ല അമ്മ, ആൻഡ് സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി ഞങ്ങളുടെ വകയിലാണ്. അങ്ങനെ ഏതായാലും നമ്മൾ പൂവിടാനിരുന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ നല്ല മഴ ആയതുകൊണ്ട് ഇന്ന് മുറ്റത്തിട്ടില്ല. അങ്ങനെയൊക്കെ വരച്ച് കഴിഞ്ഞപ്പോൾ ഡിസൈൻ കുറച്ച് ചെറുതായി പോയോ എന്നൊരു സംശയം. എനിക്ക് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിവേസ് നമുക്കതൊന്നൊരു വിഷയമേ അല്ല, നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ സെറ്റാക്കിയെടുക്കും. പിന്നെ നമ്മുടെ കുഞ്ഞ് അവിടെ ഇരുന്നിട്ട് ഓൻ്റേതായിട്ടുള്ള ഐഡിയാസും അഭിപ്രായങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അത്തത്തിൻ്റെ ഒന്ന് വെയിലായപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് തിരുവോണത്തിന് ഏതായാലും നല്ല മഴയായിരിക്കും. അത് അതേപോലെ തന്നെ ആയിരുന്നു. ഇതേതായാലും ഞങ്ങൾ മാത്രം ഇരുന്നാൽ തീരുമാനമാവണില്ല എന്ന് കണ്ടപ്പോൾ അമ്മയും കൂടി നമ്മുടെ കൂടെ. അങ്ങനെ ഏതായാലും നമ്മുടെ പൂക്കളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട്? അപ്പം ഇനി ഏതായാലും പോയി ഒരുങ്ങട്ടെ. ഫോട്ടോസ് എടുക്കൽ നിർബന്ധമാണല്ലോ. അപ്പം ഈ കാണുന്നതൊക്കെയായിരുന്നു ഞങ്ങളുടെ സദ്യവട്ടങ്ങൾ. അങ്ങനെ അതും സെറ്റ്. അപ്പം ഇനി ഏതായാലും സദ്യ കഴിക്കാം. അച്ഛൻ ആദ്യം തന്നെ ടേബിളിൽ റെഡി ആയിട്ടുണ്ട്. ഒരു സാധനം മറന്നതമ്മ. സാമ്പാർ അമ്മ ഉണ്ടാക്കിയോ? ഏറ്റവും പറഞ്ഞത് അത്
അങ്ങനെ ലാസ്റ്റ് നല്ലൊരു പാലട പായസം കൂടെ കുടിച്ചു. നമ്മുടെ ഈ ഓണം അത്രേ ഉള്ളൂ. ഹേ ഗൈസ്, അപ്പോൾ അതായിരുന്നു നമ്മുടെ ചെറിയൊരു ഓണം ഈ പ്രാവശ്യത്തെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.